കേരള സർവകലാശാലയിലും സംഘപരിവാർ നിയമന വിവാദം. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിൽ ബിജെപി അനുഭാവികൾക്ക് ഭൂരിപക്ഷം പ്രാതിനിധ്യം നൽകിയതാണ് പരാതി. ബിജെപിയോട് ചേർന്ന് നിൽക്കുന്ന 7 പേരിൽ 5 പേരെയും സെല്ലിൽ ഉൾപ്പെടുത്തി. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലാണ് നാമനിർദ്ദേശം നൽകിയത്. കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് അധ്യാപക സംഘടന. MG സർവകലാശാലയിലെ സെനറ്റിലേക്ക് സംഘപരിവാർ പശ്ചാത്തലമുള്ളവരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപേയാണ് കേരളയിലും സമാന ആരോപണം ഉയരുന്നത്. സർവകലാശാല അധ്യാപക നിയമനങ്ങൾക്കുള്ള അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന, നാക് അക്രഡിറ്റേഷനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങിയ നിർണായക ചുമതലകൾ നിർവഹിക്കുന്നത് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലാണ്. ഈ സെല്ലിലേക്കുള്ള വൈസ് ചാൻസലറുടെ നാമനിർദ്ദേശങ്ങളാണ് പരാതിക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയത്. യൂണിവേഴ്സിറ്റി പഠന വകുപ്പുകളിലെ അധ്യാപകരിൽ ബിജെപിയോട് ചേർന്ന് നിൽക്കുന്ന 7 പേരിൽ 5 പേരെയും സെല്ലിൽ ഉൾപ്പെടുത്തി. എന്നാൽ കോൺഗ്രസ് അനുകൂല സംഘടനയിലെ 3 പേരെ മാത്രമാണ് പരിഗണിച്ചത്. കോൺഗ്രസ് സംഘടനാംഗങ്ങളായ സീനിയർ പ്രൊഫസർമാരെ പോലും ഉൾപ്പെടുത്തിയില്ല. പഠന വകുപ്പുകളിലെ അക്കാദമിക് മികവുള്ള പല അധ്യാപകരെയും സെല്ലിൽ ഉൾപ്പെടുത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതിൽ കടുത്ത അമർഷത്തിലാണ് കോൺഗ്രസ് അധ്യാപക സംഘടന. പുനഃസംഘടനാ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും മികവും ശേഷിയുമുള്ള അധ്യാപകരെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് വിസിക്ക് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം CPIM അനുകൂല സംഘടനാ അംഗങ്ങൾ ചുമതല വഹിക്കുന്ന ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ സ്ഥാനങ്ങൾക്ക് മാറ്റമില്ല. സർക്കാർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളായ RS ശശികുമാർ, ഡോക്ടർ നൌഷാദ് എന്നിവരും കമ്മിറ്റിയിലുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.